പല പല കമ്പനികൾ, പല പല ജോലികൾ, അങ്ങനെ ഓടി ഓടി മടുത്തു. ഇനി ഒരു കുഞ്ഞു ബിസിനസ് ഒക്കെ തുടങ്ങി അതൊക്കെ നോക്കിയടത്തി സമാധാനമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഐഡിയ കൊള്ളാം, പക്ഷെ ചില കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് ഈ മാർക്കറ്റിംഗ് ഒക്കെ. ഈ കുഞ്ഞു ബിസിനസ്സിന് ഇനി കാശ് മുടക്കി മാർക്കറ്റിംഗും വേണോന്ന് ആലോചിക്കുന്ന പലരും ഉണ്ടാവും. അങ്ങനെയല്ല, ഇപ്പൊ ക്ലിയർ ആക്കി തരാം. ഏത് സംരംഭമായാലും ചെറിയ തോതിലെങ്കിലും മാർക്കറ്റിംഗ് വേണം. ഒരു ബ്രാൻഡോ, ഒരു പ്രൊഡക്റ്റോ, ഒരു സർവീസോ എപ്പോഴും ലൈവാക്കി ആളുകളുടെ മുന്നിൽ നിർത്തുക എന്നതാണ് മാർക്കറ്റിംഗിന്റെ പ്രധാന ലക്ഷ്യം. വലിയ വലിയ ബിസിനസ്സുകളിൽ ഇതിനൊക്കെ പ്രത്യേകമായ ഒരു വിങ്ങും അതിനനുസരിച്ചുള്ള ടീമും ഒക്കെ കാണും. അതല്ലാത്ത കുഞ്ഞൻ സംരംഭങ്ങളിൽ വലിയ കാശുമുടക്കില്ലാതെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വിവരങ്ങൾ ഉപഭോക്താക്കൾ കാണാവുന്ന വിധം ഒരു പ്രൊഫൈൽ, കസ്റ്റമേഴ്സിന്റെ കുറച്ച് പോസിറ്റീവ് റിവ്യൂസ് കൂടി വന്നാൽ സംഭവം സെറ്റ്. മറ്റൊന്ന്, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഒരു SEO എക്സ്പേർട്ടിനെ കൊണ്ട് അത് ചെയ്യിച്ചെടുത്താൽ നമ്മുടെ പേജിലേക്ക് ആളുകൾ എത്തും. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ. ഒരു പേജെങ്കിലും പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തയ്യാറാക്കുക. അത് ആക്റ്റീവാക്കി നിർത്തുകയും വേണം. കച്ചവടവും ബ്രാൻഡിങ്ങും എല്ലാം നടത്താൻ സഹായിക്കുന്ന ഒരു വഴിയാണിത്. അതുപോലെ തന്നെ കഴിയുന്ന രീതിയിൽ ഡിസ്കൗണ്ടുകളും ഫ്രീബികളും കൊടുക്കുക. നമുക്ക് കിട്ടിയില്ലെങ്കിലും ബിസിനസ് അവാർഡുകളിലും പരിപാടികളിലെല്ലാം പങ്കെടുത്ത് ചെറിയ ചെറിയ കോണ്ടാക്ട്സ് ഉണ്ടാക്കുക. കസ്റ്റമർ റെഫറൽ പ്രോഗ്രാമുകൾ, മേളകൾ, സ്റ്റാളുകൾ, അങ്ങനെ നമ്മളെ അടയാളപ്പെടുത്താനുള്ള, ആളുകളിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും പ്രയോജനപ്പെടുത്തുക. ഇതിനെല്ലാം ഒപ്പം മികച്ച സേവനം കൂടി നിങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ സംഭവം ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയില്ലേ?